ഹലോ റിൻസി, ഞാൻ ഇന്നലെ എൻ്റെ കാർ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴേക്ക് ഇവർ വന്ന് എൻ്റെ കാറ് കൊണ്ടുപോയിന്നേ. അതെന്താ പറ്റി? റിൻസി, ഞാനൊരു പ്രോപ്പർട്ടി എടുത്തായിരുന്നു. അപ്പോൾ പ്രോപ്പർട്ടി എടുത്തപ്പോൾ ബിൽഡർ എന്നോട് ഈ പ്രോപ്പർട്ടി കോസ്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി, ടാക്സ് ഇതൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കാറ് വിറ്റിട്ടാണെങ്കിൽ അങ്ങനത്തെ പൈസ സെറ്റിൽ ചെയ്യാമെന്ന് ഓർത്ത് നിന്നപ്പോഴാണ് പുള്ളി കാറും കൊണ്ടുപോയത്. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത്, റിയൽ എസ്റ്റേറ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ വരുന്ന കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിൽ വരുന്ന കോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി, അതുപോലെ രജിസ്ട്രേഷൻ ചാർജസ് ആണ്. ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ഇതിൽ മാറ്റം വരും. ഇപ്പോൾ ഗുജറാത്തിൽ ഇപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി റേറ്റ് വരുന്നത് 4.9%, കേരളത്തിലാണെങ്കിൽ 8%. ഇനി നമ്മൾ രജിസ്ട്രേഷൻ ചാർജ് നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു മെയിൽ ആണെങ്കിൽ ഗുജറാത്തിൽ നിങ്ങൾക്ക് 1%, ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇനിയിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ചാർജ് 2%. ഇനി അടുത്ത TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ആണ്. ഇപ്പോൾ പ്രോപ്പർട്ടി വാല്യൂ 50 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ബയർ ഗവൺമെന്റിലേക്ക് 1% TDS അടയ്ക്കണം. ഇനി അടുത്ത GST ആണ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ യൂണിറ്റിന് 5% GST. ഇനി അഫോർഡബിൾ ഹൗസിംഗ് യൂണിറ്റ് വിത്തൗട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നോക്കുകയാണെങ്കിൽ 1% GST. അഫോർഡബിൾ ഹൗസിംഗ് ക്രൈറ്റീരിയ വരുന്നത് ഇങ്ങനെയാണ്. മെട്രോ സിറ്റീസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ ആണെങ്കിൽ കാർപ്പറ്റ് ഏരിയ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 സ്ക്വയർ മീറ്റർ. ഇനിയിപ്പോൾ നോൺ മെട്രോ സിറ്റീസ് ആണെങ്കിൽ കാർപ്പറ്റ് ഏരിയ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 സ്ക്വയർ മീറ്റേഴ്സ്. ഇനിയിപ്പോൾ മെട്രോ അതുപോലെ നോൺ മെട്രോ സിറ്റീസിൽ പ്രോപ്പർട്ടി വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45 ലാക്ക് ആവണം. ഇനി അടുത്ത പ്രോപ്പർട്ടി ടാക്സ് ആണ്. ഇപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ കോർപ്പറേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു ആനുവൽ ടാക്സ് ആണിത്. ഇപ്പോൾ നോർമലി ഇത് 0.5 മുതൽ 3% ഇടയ്ക്ക് വരും. ഇനി നമ്മൾ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും. ഇപ്പോൾ 24 മാസത്തിലധികം നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുവാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും. വിത്ത് ഇൻഡെക്സേഷൻ 20%, വിത്തൗട്ട് ഇൻഡെക്സേഷൻ 12.5% ഇവിടെ. അപ്പം ഇവിടെ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെയെങ്കിൽ താഴെ ഇൻഡെക്സേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കത് കവർ ചെയ്യാം.